പോസ്റ്റിൻ്റെ ക്രമീകരണത്തെക്കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഇനി ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്കിവ ചെയ്യുവാനാകും. ബോട്ട് ലീനിയർ ഉപയോഗിച്ച് ഹൈറ്റ് ശരിയായ സെന്റർ ക്രമീകരിക്കുക. ലൈൻ അഡ്ജസ്റ്റ്മെന്റ് സ്ക്രൂവിന്റെ സഹായത്തോടെ ശരിയായ സെന്റർ ഹൈറ്റ് സജ്ജമാക്കുക. പാക്കിംഗ് പീസ് ഉപയോഗിച്ച് ശരിയായ സെന്റർ ഹൈറ്റ് ക്രമീകരിക്കുക. ടൂൾ പോസ്റ്റ് ഇത് കോമ്പൗണ്ട് റൈസിൽ ഘടിപ്പിച്ചിരിക്കുന്നു. കട്ടിംഗ് ടൂളുകളും ടൂൾ ഹോൾഡറുകളും കൊണ്ടുപോകുവാൻ ഇത് ഉപയോഗിക്കുന്നു. ടൂൾ പോസ്റ്റുകളുടെ വ്യത്യസ്ത തരങ്ങൾ: സിംഗിൾ വേ ടൂൾ പോസ്റ്റ്, ക്വിക്ക് ചേഞ്ച് ടൂൾ പോസ്റ്റ്, 4-വേ ടൂൾ പോസ്റ്റ്. ഈ എക്സർസൈസ് നടത്തുന്നതിനാവശ്യമായ ഉപകരണങ്ങൾ ഇവയാണ്: സിംഗിൾ വേ ടൂൾ പോസ്റ്റ്, ക്വിക്ക് ചേഞ്ച് ടൂൾ പോസ്റ്റ്, 4-വേ ടൂൾ പോസ്റ്റ്, സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ, ബോട്ട് പീസ്, ഡയൽ ഗേജ്, ഷിംസ്. സിംഗിൾ വേ ടൂൾ പോസ്റ്റിൽ ടൂളിന്റെ ഉയരം ക്രമീകരിക്കുവാൻ നമുക്കിപ്പോൾ പഠിക്കാം. ടൂൾ പോസ്റ്റ് സീറ്റിംഗ് ഫേസ് വൃത്തിയാക്കുക. ഉപകരണം ബോട്ട് പീസിൽ സ്ഥാപിക്കുകയും സ്ക്രൂ ഉപയോഗിച്ച് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ടൂൾ ടിപ്പിന്റെ മധ്യഭാഗത്തെ ഉയരം റോക്കർ ആം, റിംഗ് ബേസ് എന്നിവയുടെ സഹായത്തോടെ ക്രമീകരിക്കാവുന്നതാണ്. ടൂൾ പോസ്റ്റിൽ ഒരു ടൂൾ മാത്രമേ ഫിക്സ് ചെയ്യുവാൻ സാധിക്കൂ. ഉപകരണം ഒരു സ്ക്രൂ ഉപയോഗിച്ച് മാത്രം ഉറപ്പിച്ചിരിക്കുന്നു. ഒരു ഡയൽ ഗേജ് ഉപയോഗിച്ച് സെന്റർ ഹൈറ്റ് പരിശോധിക്കുക. ബോട്ട് പീസ് ഉപയോഗിച്ചാണ് സെന്റർ ഹൈറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. ക്വിക്ക് ചേഞ്ച് ടൂൾ പോസ്റ്റിൽ ടൂളിന്റെ ഉയരം ക്രമീകരിക്കുവാൻ നമുക്കിപ്പോൾ പഠിക്കാം. ടൂൾ പോസ്റ്റും ടൂൾ ഹോൾഡറും വൃത്തിയാക്കുക. ടൂൾ ഹോൾഡറിൽ ഉറപ്പിച്ച് കേന്ദ്രത്തിന് സമീപം കൊണ്ടുവരുന്നു. ഒരു ഡയൽ ഗേജ് ഉപയോഗിച്ച് സെന്റർ ഹൈറ്റ് പരിശോധിക്കുക. ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് സ്ക്രൂവിന്റെ സഹായത്തോടെ സെന്റർ ഹൈറ്റ് ക്രമീകരിച്ചിരിക്കുന്നു. ടൂൾ പോസ്റ്റിന് ടൂൾ ഹോൾഡ് ചെയ്യുവാനുള്ള കരുത്തുണ്ട്. ഒരു ഡയൽ ഗേജ് ഉപയോഗിച്ച് മധ്യഭാഗത്തെ ഉയരം ഒരിക്കൽ കൂടി പരിശോധിക്കുക. ഒരു 4-വേ ടൂൾ പോസ്റ്റിൽ ടൂളിന്റെ ഉയരം ക്രമീകരിക്കുവാൻ നമുക്കിപ്പോൾ പഠിക്കാം. ടൂൾ പോസ്റ്റ് സീറ്റിംഗ് ഫേസ് വൃത്തിയാക്കി ഷിമ്മുകൾ ഇരിക്കുന്ന ഫേസിൽ വയ്ക്കുക. ഉയരം ക്രമീകരിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞ എണ്ണം ഷിമ്മുകൾ ഉപയോഗിക്കുക. സീറ്റിംഗ് ഫേസിന്റെ അറ്റം ഉപയോഗിച്ച് ഷിം ഫ്ലഷ് ചെയ്യണം. സീറ്റിംഗ് ഫേസിന് കണക്കായി ടൂൾ ബട്ട് ചെയ്തുകൊണ്ട് ഷിം ഉപയോഗപ്പെടുത്തി ടൂൾ പോസ്റ്റിൽ ടൂള് ഫിക്സ് ചെയ്യുക. ടൂൾ പോസ്റ്റിന്റെ സെന്റർ സ്ക്രൂ ഉപയോഗിച്ച് ടൂൾ മുറുക്കുക.
ഒരു ഡയൽ ഗേജ് ഉപയോഗിച്ച് മധ്യഭാഗത്തെ ഉയരം പരിശോധിക്കുക. ഷിമ്മുകൾ നീക്കം ചെയ്യുകയോ ചേർക്കുകയോ ചെയ്യുക. ടൂൾ സെന്റർ സ്ക്രൂ ഉപയോഗിച്ച് മുറുക്കുമ്പോൾ ഉയരം പരിശോധിക്കുക. മറ്റ് 2 ടൂൾ ഹോൾഡിംഗ് സ്ക്രൂകൾ ഒരേ അളവിലുള്ള മർദ്ദം പ്രയോഗിച്ച് മാറി മാറി മുറിക്കുക. 2 സ്ക്രൂകൾക്കും പൂർണ്ണമായ ഗ്രിപ്പിംഗ് പ്രഷർ ഉള്ളപ്പോൾ മധ്യഭാഗം ശ്രദ്ധാപൂർവം ഉറപ്പിക്കുക. ഒരു ഡയൽ ഗേജ് ഉപയോഗിച്ച് ഒരിക്കൽ കൂടി പരിശോധിക്കുക. നമ്മൾ ഇനി പറയുന്നവ പഠിച്ചു. ബോട്ട് ലീനിയർ ഉപയോഗിച്ച് ശരിയായ സെന്റർ ഉയരം ക്രമീകരിക്കുക. മികച്ച ക്രമീകരണ സ്ക്രൂവിന്റെ സഹായത്തോടെ ശരിയായ സെന്റർ ഉയരം സജ്ജമാക്കുക. പാക്കിംഗ് പീസ് ഉപയോഗിച്ച് ശരിയായ മധ്യ ഉയരം ക്രമീകരിക്കുക എന്നിവ. ടൂൾ പോസ്റ്റിൻ്റെ ക്രമീകരണത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. അടുത്ത സെഷനിൽ കാണാം.